وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله وإمام الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في قرآنه الكريم: فأعوذ بالله من الشيطان الرجيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അവൻ രോഗശമനം നൽകി ഗുണം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിജറ 15-ാമത്തെ വർഷം പേർഷ്യക്കെതിരെ ഇറാഖിലെ ഖാദിസിയയിൽ വെച്ച് മുസ്ലിം സൈന്യം വലിയൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു പക്ഷത്തിനും വിജയം കിട്ടുന്നില്ല. വിജയം വൈകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ സൈനാധിപനായിരുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കത്ത് ലഭിക്കുന്നുണ്ട്. യുദ്ധം വൈകുന്നതിലുള്ള ആശങ്കയാണ് കത്തിന്റെ ഉള്ളടക്കം. ആ കത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആകെക്കൂടി പറയുന്നത്, നമ്മുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. فإني آمرك ومن معك من الأجناد بتقوى الله. മുസ്ലിം സൈന്യത്തിന്റെ സൈന്യാധിപനായ താങ്കളോടും
താങ്കളുടെ സൈന്യത്തോടും എന്റെ കൽപ്പന, അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ തഖ്വ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്ന തഖ്വല്ലാഹി അഫ്ളലുൽ ഉദ്ദത്തി അലൽ അദു. ശത്രുവിനെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ തഖ്വയാണ്. വഅഖ്വൽ മകീദത്തി ഫിൽ ഹർബ്. യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രവും അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ഭക്തിയാണ്. വഅമുറുക വമൻ മഅക അൻ തകൂനു അശദ്ദ ഇഹ്തിറാസൻ മിനൽ മആസി മിൻകും മിൻ അദുവിക്കും. താങ്കളോടും താങ്കളുടെ സൈന്യത്തിലുള്ളവരോടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഫഇന്ന ദുനൂബൽ ജയ്ശി അഖ്വഫു അലൈഹിം മിൻ അദുവിഹിം. ശത്രുവിനേക്കാൾ നാം അധികം ഭയപ്പെടേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളാണ്. വൈന്നമാ യൻസുറുൽ മുസ്ലിമൂന ബിമഅസിയത്തി അദുവ്വിഹിം ലില്ലാഹ്. റളിയല്ലാഹു അൻഹു പറയുന്നു, ശത്രുക്കൾക്ക് മേൽ മുസ്ലിം സമൂഹം വിജയം വരിക്കാനുള്ള കാരണം ശത്രുക്കൾ മഅസിയത്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്നതാണ്. അതേ ധിക്കാരം, അള്ളാഹുവിനോടുള്ള ധിക്കാരം, പെരുമാറ്റ ദൂഷ്യം നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായാൽ പിന്നെ വിജയം ശത്രുക്കൾക്കായിരിക്കും. ലഅന്ന അദദനാ ലൈസ കഅദദിഹിം. എണ്ണത്തിൽ അവർ നമ്മളെക്കാൾ കൂടുതലാണ്. വലാ ഉദ്ദതുനാ കഉദ്ദതിഹിം. ആയുധബലം നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ്. നമുക്ക് ആകെക്കൂടിയുള്ള മേൽക്കോയ്മ നമ്മുടെ ഉയർന്ന ധാർമ്മികതയാണ്. അത് നഷ്ടപ്പെട്ടാൽ നാമും അവർ തുല്യമാവുകയും ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ അവർ വിജയം വരിക്കുകയും ചെയ്യും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ആളുകളാണ് നമ്മൾ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. ഉമ്മത്ത് മുസ്ലിമ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ധാർമ്മികമായ ഉന്നതിയാണ്. നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ നമ്മുടെ പെരുമാറ്റമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമുണ്ട്. റസൂലിനെ കുറിച്ച് അള്ളാഹു പറയുന്ന വാചകം, നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ ഏറ്റവും മികച്ച ഗുണമാ പറയുക. ഒരു പ്രഭാഷകനെ പരിചയപ്പെടുത്തുമ്പോൾ അയാളെ കുറിച്ച് പറയും, ഇയാളൊരു മികച്ച പ്രഭാഷകനാണ്. ഒരു പാട്ടുകാരനെ കുറിച്ച് പറയുമ്പോൾ അയാൾ പറയും, അയാളുടെ പാട്ട് വളരെ മനോഹരമാണ് എന്നൊക്കെ. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് മുഹമ്മദ്, നിന്റെ പ്രത്യേകത നീ വളരെ മികച്ച സ്വഭാവമുള്ള മനുഷ്യനാകുന്നു എന്നതാണ്. നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിന്റെ ഉയർന്ന സ്വഭാവമാകുന്നു. മക്കയിലെ ഈ പരുഷരായ മനുഷ്യരെ അവർ നിന്റെ കൂടെ കൂടാനുള്ള കാരണം നിന്റെ ആരാധനാകർമ്മത്തിന്റെ കോലവും ചേലവും കണ്ടിട്ടല്ല, നിന്റെ ഭക്തിയുടെ അളവ് കണ്ടിട്ടല്ല അവർ നിന്റെ കൂടെ കൂടിയത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നിന്റെ മികച്ച പെരുമാറ്റം. വലൗ കുന്ത ഫളൻ ഗലീളൽ ഖൽബി.
നീ എങ്ങാനും പരുഷമായി മനുഷ്യരോട് ഇടപഴകുന്നവനായിരുന്നെങ്കിൽ തീർച്ചയായും ഇവർ നിന്നെ കൈവിട്ട് നിന്നോടൊപ്പം വരുമായിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മുടെ നമസ്കാരത്തിന്റെ രൂപഭാവങ്ങൾ, നമ്മുടെ ഹജ്ജ് കർമ്മത്തിന്റെ ആരാധനാകർമ്മത്തിന്റെ രീതി, ഇത് കണ്ടിട്ടല്ല ആളുകൾ ഇസ്ലാംസിലേക്ക് കടന്നു വന്നത്. തോമസ് ആർണോൾഡിന്റെ ഇസ്ലാം പ്രബോധനവും പ്രചാരവും എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ഇസ്ലാമിക ലോകം ഇത്രയും വളരാനുള്ള കാരണം ആദ്യകാല മുസ്ലിങ്ങളുടെ പെരുമാറ്റമായിരുന്നു എന്ന്. ഇത് തന്നെയാണ് അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദെ, നിനക്ക് മനുഷ്യരോട് എങ്ങനെ ഇടപഴകണമെന്ന് നന്നായി അറിയാം. നീ വളരെ ഉയർന്ന സ്വഭാവമുള്ള നല്ല ഹുലുക്കുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആളുകൾ നിന്നോട് കൂടിയതെന്ന് റസൂലിനോട് പറയുന്നത്. കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് സർദാർ PN പണിക്കറിന്റെ ഒരു പുസ്തകമുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്, മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിലേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വരുമ്പോ അവര് വെറും ഒരു കച്ചവടക്കാരായിരുന്നു. പക്ഷെ ആ കച്ചവടക്കാരുടെ പെരുമാറ്റമാണ് കേരളത്തിൽ ഇസ്ലാമിന് വേരോട്ടം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. രണ്ട് സംഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. അതിലൊന്ന് അപ്പു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. കൊടുങ്ങല്ലൂരിലെ അന്നത്തെ മുസ്ലിസിലെ വലിയ ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പു എന്ന് പറയുന്ന ആൾ. അറബികൾ ഇങ്ങനെ കച്ചവടത്തിന് വന്ന് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയതോടുകൂടി അവിടുത്തെ പ്രദേശവാസികളായ ആളുകളുടെ കച്ചവടം കുറഞ്ഞു. കാരണം അറബികളുടെ കടയിൽ നല്ല മികച്ച സാധനം, കുറഞ്ഞ വില, നല്ല പെരുമാറ്റം. ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ അറബികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ തദ്ദേശീയരായ കൊടുങ്ങല്ലൂർ നിവാസികളായ ആളുകളുടെ കച്ചവടത്തിൽ വലിയ കുറവ് സംഭവിച്ചു. അങ്ങനെ ഇരിക്കെ ഈ മുസ്ലിങ്ങളായ അറബികൾ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ അവർ എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ നാട്ടിൽ അതിഥികളായി വന്നവരാണ്. നമ്മളുടെ കച്ചവടം കൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികളുടെ കച്ചവടത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2-3 തീരുമാനങ്ങൾ എടുക്കണം. അതിലൊന്ന്, നിങ്ങളുടെ കടയിൽ സാധനം വാങ്ങിക്കാൻ ആളുകൾ വരുമ്പോൾ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അയാളെ മെല്ലെ മറ്റെടുത്ത കടയിലേക്ക് പറഞ്ഞു വിടണം. നിങ്ങൾ അവിടുന്ന് ഇവിടെ വാങ്ങിച്ചോളൂ, അവിടുന്ന് സാധനം വാങ്ങിച്ചോളൂ എന്ന് പറയണം. രണ്ടാമത്തേത്, നമ്മൾ നേരത്തെ കച്ചവടം തുടങ്ങിയത് ഇനി മുതൽ ഒരു 8 മണിക്ക് തുടങ്ങി 12 മണിയോടുകൂടി അവസാനിപ്പിക്കണം. ബാക്കിയുള്ള സമയം ആളുകൾക്ക് മറ്റു കടയിൽ പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പു എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, അവർ ഈ തീരുമാനമെടുത്തതിന് ശേഷം ആളുകൾ അയാളുടെ കടയിലേക്ക് വരുന്നുണ്ട്. അപ്പോ അപ്പു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വരുന്നത്? നിങ്ങൾക്ക് അവിടെ നല്ല സാധനം കിട്ടുള്ളൂ. അപ്പൊ അയാൾ പറയാണ്, ഇല്ല, ആ കച്ചവടക്കാരൻ പറഞ്ഞു അയാളുടെ കയ്യിൽ നിങ്ങൾ വാങ്ങിക്കൂ, എന്റെ കയ്യിൽ നിങ്ങൾ വാങ്ങിക്കണ്ട, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് അയാൾ എന്നെ മടക്കി അയച്ചു എന്നാണ്. അപ്പു പിന്നീട് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇതാണ് എന്ന് PN പണിക്കർ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഒരു സംഭവമുണ്ട്. കൊടുങ്ങല്ലൂരിലെ മുസ്ലിം വ്യാപാരികൾ, ഈ അറബികളായ മുസ്ലിം വ്യാപാരികൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ അവരൊരു ദ്വിഭാഷിയെയും കൂട്ടി, മലയാളം അറിയാത്തതിനാൽ മലയാളം അറിയുന്ന ഒരാളെയും കൂട്ടിയിട്ട് അവരുടെ പരിസരത്തുള്ള വീടുകളിൽ കയറി ഇറങ്ങും. അവിടെ ചെന്നിട്ട് ഓരോ വീട്ടിലും ചെന്ന് വൈകുന്നേരം ചോദിക്കും, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണമുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾ തിരിച്ചു, എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ പ്രയാസം അന്വേഷിക്കുന്നത്? അവർ പറയും, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന്. ഞങ്ങൾ മുഅ്മിനാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വന്ന് ചോദിച്ചതാണ്. ഇതാണ് കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം വളരാനുള്ള കാരണമെന്ന് PN പണിക്കർ പറയുന്ന കാര്യമാണ്. ഇത് കൊടുങ്ങല്ലൂരിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് ഇസ്ലാം വളർന്നതിന്റെ, വ്യാപിച്ചതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ
കാരണം അത് അള്ളാഹു പറഞ്ഞതുപോലെ മികച്ച പെരുമാറ്റത്തിന്റെ, മികച്ച സ്വഭാവത്തിന്റെ അനന്തരഫലമാണ് എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാളെ പരലോകത്ത് പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന്റെ കർമ്മം വിലയിരുത്തുമ്പോൾ ഏറ്റവും കനം തൂങ്ങുന്ന അമലായി അള്ളാഹു പരിഗണിക്കുക. മാ മിൻ ശൈഇൻ അഫ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുൽഖ്. അള്ളാഹു ഏറ്റവും അധികം കനമുള്ള കർമ്മമായി സ്വീകരിക്കുക മനുഷ്യന്റെ സ്വഭാവമാണ്, പെരുമാറ്റമാണ് എന്ന് പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ വളരെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ അള്ളാഹു വെച്ച ഉപാധി അവന്റെ സ്വഭാവം നന്നാവുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നു. നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറയുന്ന വാചകം, നീ നമസ്കാരം നിലനിർത്തണം. പക്ഷെ ആ നമസ്കാരം നിന്നെ വേണ്ടാത്ത വൃത്തികളിൽ നിന്ന്, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയും എന്നാണ്. എന്റെ മറുവശം എന്താന്ന് വെച്ചാല്, നമസ്കരിച്ചിട്ട് ഒരുത്തൻ വേണ്ടാത്ത വൃത്തി നിർവഹിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ്. അത് അള്ളാഹു നേർക്ക് നേരെ തന്നെ പറയുന്നുണ്ട്. മുസല്ലിൻ, നമസ്കരിക്കുന്നവർക്കാണ് സർവനാശവും. അവന്റെ നമസ്കാരം നാശത്തിന്റെ കാരണമായി തീർന്നത് എന്താണെന്നറിയോ? അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ. അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തിമറിയുന്നത് എന്നത് മാത്രമല്ല പ്രശ്നം, വയംനഊനൽ മാഊൻ, ജനങ്ങൾക്കുള്ള സഹായങ്ങൾ തടയുന്നവനാണ്. മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്തവനാണ്. മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്തവന്റെ ആരാധന പടച്ചതമ്പുരാന് വേണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. മോശമായ വാക്കും പെരുമാറ്റവും ഒഴിവാക്കാത്തവൻ വെറുതെ പട്ടിണി കിടക്കേണ്ടതില്ല എന്നാണ്. സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടന്നിട്ട് അള്ളാഹ്ക്കൊന്നും കിട്ടാനില്ല, ഇതിന്റെ പെരുമാറ്റം മോശമാണെങ്കിൽ എന്ന്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോഴും അത് പറയുന്നുണ്ട്, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്. ഒരുത്തൻ ഹജ്ജ് നിർവഹിക്കുകയും എന്നിട്ട് തെമ്മാടിത്തങ്ങൾ ചെയ്യാതിരിക്കുകയും വേണ്ടാത്തരങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവൻ ഇന്ന് ജനിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തിരിച്ചു വരും. അതേസമയം മൻ ഹജ്ജ വഫസഖ ഫഹജ്ജുഹു ഹജ്ജും മൗസൂർ. ഒരുത്തൻ ഹജ്ജ് നിർവഹിക്കുകയും എന്നിട്ട് വേണ്ടാത്തരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അവന്റെ പാപങ്ങളെ ഇരട്ടിപ്പിക്കുന്ന ഹജ്ജാണ് ചെയ്തതെന്ന് റസൂൽ വിശദീകരിക്കുന്നുണ്ട്. സക്കാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, വലാ തുബ്തിലു സദഖാതകും ബിൽ മന്നി വൽ അദാ. സദഖ കൊടുക്കുന്നു എന്നത് ശരിയാണ്. അതേസമയം നിങ്ങളുടെ സദഖകൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ ദൂഷ്യം സംഭവിക്കുന്നുവെങ്കിൽ ഇതിന്റെ സദഖ ബാത്തിലായി പോകുമെന്ന് വളരെ കൃത്യമായി റബ്ബ് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ചിട്ട് സഹാബികളോട് സംസാരിച്ചുകൊണ്ട് കുടിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, റസൂലെ, എന്റെ നാട്ടിലൊരു പെണ്ണുണ്ട്, അവളുടെ പ്രത്യേകത അവളുടെ നമസ്കാരം അത് കാണേണ്ടത് തന്നെയാണ്, അവയുടെ ഭക്തി കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, തന്റെ അയൽവാസികളുമായി നിരന്തരം വഴക്കടിച്ചു കൊണ്ടിരിക്കുന്നവളാണ് അവൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. റസൂലിന്റെ മറുപടി ഹിയ ഫിന്നാർ, അവൾ നരകത്തിലായിരിക്കുമെന്ന് തന്നെയാണ്. അഥവാ മനുഷ്യരോട് ഇടപഴകാൻ കഴിയാത്തവന്റെ ആരാധനാകർമ്മങ്ങൾ റബ്ബിന് വേണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ കൂട്ടത്തിലൊരു സഹാബി പറയുന്നുണ്ട്, റസൂലേ, എന്റെ നാട്ടിൽ വേറൊരു പെണ്ണുണ്ട്, അവൾ വളരെ മിനിമം ആരാധനാകർമ്മങ്ങളെ നിർവഹിക്കുന്നുള്ളൂ, പക്ഷെ അവൾ മികച്ച പെരുമാറ്റമാണ്, എന്തോ ഒരു ഹൃദ്യമായ പെരുമാറ്റമാണ് ആ പെണ്ണിൻ്റെത്. അവൾ മൃഗങ്ങളോട് പോലും മാന്യമായി പെരുമാറുന്നു. സുല്ലാസം പറയുന്നുണ്ട്, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലായിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയും? നമ്മൾ പലരും മനസ്സിലാക്കുന്നത് ഒരുവൻ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവൻ വിനയം ഉണ്ടാവേണ്ടത് എന്നാണ്.
റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ അവന്റെ ഭക്തി വളരെ വലുതാണ്. അള്ളാഹു പറയുന്നു, നീ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമല്ല മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോഴും നിന്റെ പെരുമാറ്റം എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കും. ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു ദീനിനെ കളവാക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആരാധനകളുടെ ഭംഗിയിൽ കുറവ് വരുത്തുന്നതെന്ന് പറയുന്നതിന് പകരം റബ്ബ് പറഞ്ഞ ആദ്യത്തെ മറുപടി അനാഥയെ പരിഗണിക്കാത്തവൻ, അഗതിയുടെ ഭക്ഷണം വകവെച്ചു കൊടുക്കാത്തവൻ അവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ നിയോഗം, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് നിങ്ങളുടെ നമസ്കാരത്തിന്റെ ചേല് നന്നാക്കാൻ, നോമ്പിന്റെ ചേല് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ സാക്ഷാൽ ഉദ്ദേശം ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്റെ നിയോഗത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഉയർന്ന സ്വഭാവങ്ങൾ, മികച്ച പെരുമാറ്റത്തെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ മികച്ച പെരുമാറ്റം റബ്ബിന്റെ ഏറ്റവും വലിയ പരിഗണനയിലുള്ള സംഗതിയാണ്. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് ചില അടിസ്ഥാനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹ് പറയുന്ന ഒന്നാമത്തെ അടിത്തരം എന്താ പറയുന്നത്? മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് അള്ളാഹ് പറയാണ്, സ്വഭാവങ്ങൾ ജന്മസിദ്ധമല്ല. ഒന്നാമത്തെ വാചകമാണ്. മനുഷ്യന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അത് ജന്മസിദ്ധമല്ല. ഒരാൾക്ക് ഒരാളുടെ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളാലോചിച്ച് നോക്ക്, ജന്മനാ കള്ളനായ ഒരു മനുഷ്യനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ ജനിക്കുമ്പോ തന്നെ കള്ളനാവൂ? അല്ല. ജന്മനാ നുണയനായ, ജന്മനാ വ്യഭിചാരിയായ, ജന്മനാ മോഷ്ടാവായ ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു പറയുന്ന കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, വളരെ ശുദ്ധമായ പ്രകൃതിയിൽ നല്ല വെളുത്ത ക്യാൻവാസിലാണ് മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവനെങ്ങനെ കള്ളനായി, ഇവനെങ്ങനെ ചതിയനായി, ഇവനെങ്ങനെ ചമ്മാടിയായി മാറി? അത് അവന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ ആവിഷ്കരിച്ചെടുക്കുന്നതാണ്. അത് പറയുന്നത് അള്ളാഹ് പറയാണ്, സ്വഭാവങ്ങൾ ജന്മസിദ്ധമല്ല, അത് മാറ്റാൻ കഴിയും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യനെ മാറ്റാൻ കഴിയും എന്നതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, മക്കയിലെ ഏറ്റവും ബലിഷ്ഠരായ, പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന പ്രകൃതമുള്ള, സ്വഭാവമുള്ള, സകലമാന തെമ്മാടിത്തങ്ങൾക്കും നിന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകൻ വരുമ്പോ മനുഷ്യന്റെ സ്വഭാവം ജന്മസിദ്ധമാണ്, മാറ്റാൻ കഴിയാത്തതാണെങ്കിൽ ആ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യനെ മാറ്റാൻ കഴിയും എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്, പെരുമാറ്റം എന്ന് പറയുന്നത് ജന്മസിദ്ധമല്ല, നമുക്ക് മാറാൻ കഴിയും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളുടെ പെരുമാറ്റവും പ്രകൃതവും രണ്ടും രണ്ടാണ്. ചില മനുഷ്യർക്ക് ചില പ്രകൃതമുണ്ട്, പ്രകൃതങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും. ശ്രദ്ധിച്ചാൽ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമുള്ളവരുണ്ടാവും. ചില ആളുകൾ ഒന്നും ആലോചിക്കാതെ എതിർത്ത് ചാടുന്ന ഒരു പ്രകൃതമുള്ള ആളുകളുണ്ടാവും. അത് പ്രകൃതമാണ്. അതേസമയം നുണ പറയുക, വഞ്ചിക്കുക, ചതിക്കുക, ആളുകളോട് മോശമായി പെരുമാറുക, തെറി പറയുക, ഇതൊന്നും പ്രകൃതമല്ല. ഇതൊക്കെ മനുഷ്യരിലേക്ക് അവൻ സ്വീകരിച്ച ചില സ്വഭാവങ്ങളാണ്. ഇത് മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് സ്വഭാവത്തെക്കുറിച്ച് ദീന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടിത്തറ. സ്വഭാവങ്ങൾ ജന്മസിദ്ധമല്ല. സുഹാസം പറയുന്നുണ്ട്, മനുഷ്യന്മാര് ഖനിജങ്ങളെ പോലെയാണ്. മനുഷ്യന്മാര് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികൾ പോലെയാണ്. എന്താ ഈ സ്വർണത്തിന്റെ ഖനിയുടെ പ്രത്യേകത? ഇങ്ങനെ സ്വർണം എടുക്കുമ്പോ സ്വർണത്തിന്റെ ഹാം, അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അഴുക്ക് വരേണ്ട ഒരു സാധനമാണ്. ആ സ്വർണത്തിൽ നിന്ന് അഴുക്ക് ശുദ്ധീകരിച്ചിട്ടാണ് സ്വർണം ഉണ്ടാക്കുന്നത്. ഈ സ്വർണം ഉണ്ടാക്കുമ്പോ നമ്മളാണ് അതിന്റെ ക്യാരറ്റ് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 18 ക്യാരറ്റുള്ള സ്വർണം ഉണ്ടാക്കാം, 14 ക്യാരറ്റിന്റെ സ്വർണം ഉണ്ടാക്കാം, അല്ല 24 ക്യാരറ്റിന്റെ സ്വർണ്ണമാക്കാം, 24 ക്യാരറ്റിന്റെ പ്യുവർ തങ്കമാക്കി മാറ്റാം സ്വർണത്തെ. സ്വർണത്തെ അങ്ങനെ നമുക്ക് പരുവപ്പെടുത്താൻ കഴിയും. റസൂൽ പറയാണ്, മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ സ്വഭാവത്തെ മികച്ചതാക്കി മാറ്റാൻ കഴിയും. മനുഷ്യന്മാർ സ്വർണത്തെയും വെള്ളിയെയും പോലുള്ള ഖനികളാണ്.
ഖനിയിൽ നിന്ന് സ്വർണത്തെ വേർതിച്ചെടുക്കുമ്പോൾ അത് ഏത് മാറ്റുള്ളതാകണം, ഏത് ക്യാരറ്റുള്ളതാകണം എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. ഞാൻ നന്നാവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾ ജന്മനാ കള്ളനായി ജനിച്ചവനല്ല, ജന്മനാ നിങ്ങൾ തെമ്മാടിയായി ജനിച്ചവനല്ല, ജന്മനാ നിങ്ങൾ തെറി പറയുന്നവനായി ജനിച്ചവനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നതാണ് സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു റസൂൽ പറയുന്നു, ഒരു മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുന്നത് അവന്റെ മനസ്സിലാണെന്നാണ്. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂൽ എന്താണ് തെറ്റായ കാര്യം എന്ന് പറയുമ്പോൾ ഉടനെ റസൂൽ പറയുന്ന മറുപടി, നല്ല നന്മ എന്ന് പറയുന്നത് നല്ല സ്വഭാവമാണ്. എന്താണ് മോശമായ സ്വഭാവം? റസൂൽ പറയുന്നത്, അതിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവും. ഒരു കാര്യം തെറ്റാണോ എന്നറിയാനുള്ള ഒന്നാമത്തെ ഉപാധി നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക തന്നെയാണ്. നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കും. സംശയം ഉണ്ടോ നിങ്ങൾക്കാരെങ്കിലും? നിങ്ങളൊരാളോടൊരു നുണ പറഞ്ഞാൽ, നമ്മളൊരാളോടൊരു നുണ പറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സിലൊരു കുത്തുണ്ടാവും. നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് ചതിക്കേണ്ടി വന്നാൽ ആദ്യം കുത്തുക നമ്മുടെ മനസ്സിലാണ്. റസൂലുള്ളാഹി പറയാണ്, സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത് മനസ്സിലാണ് എന്ന് പറയുന്നത്. മനസ്സിൽ രൂപപ്പെട്ട സ്വഭാവം അതാണ് നമ്മുടെ കൈകാര്യങ്ങളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ തിരിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രി. ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായാൽ എന്താ പ്രശ്നം അറിയോ? നമ്മുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായാല്, മനസ്സിലുള്ള അഹങ്കാരം നമ്മുടെ പെരുമാറ്റത്തിലൂടെ ദൃശ്യമാകും. അത് നമ്മുടെ വസ്ത്രത്തിൽ പ്രതിഫലിക്കും, അത് നമ്മുടെ നടത്തത്തിൽ പ്രതിഫലിക്കും, അത് നമ്മുടെ സംസാരത്തിൽ പ്രതിഫലിക്കും. ഞാൻ അയാൾ പെരുമാറുമ്പോ എന്റെ പെരുമാറ്റം, എന്റെ സംസാരം, അതിന്റെ ടോണ് വരുന്നത് യഥാർത്ഥത്തിൽ എന്റെ നാവിൽ നിന്നല്ല, എന്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് എന്റെ നാവിലൂടെ പുറത്തു വരുന്നത്. എന്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് എന്റെ വസ്ത്രദാനത്തിലൂടെ പുറത്തു വരുന്നത്. എന്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് ഞാൻ ആളുകളുള്ള എന്റെ പെരുമാറ്റത്തിലൂടെ ദൃശ്യമാവുന്നത്. റസൂൽ പറയുന്നു, പെരുമാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനസ്സിൽ രൂപപ്പെടുന്നു. അതുകൊണ്ട് മനസ്സിൽ നിന്നാണ് അഹങ്കാരത്തെ നിങ്ങൾ നീക്കിക്കളയേണ്ടത്. മനസ്സിൽ നിന്നാണ് പക ഇല്ലാതാക്കേണ്ടത്. മനസ്സിൽ നിന്നാണ് നിങ്ങൾ വെറുപ്പുകനെ ഇല്ലാതാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ കമ്പനികളിലും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വലിയ വലിയ ട്രെയിനിങ് നടത്തും. അതിലൊരു ട്രെയിനിങ് നമ്മൾ പറയില്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇത്തരം ട്രെയിനിങ് ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും. ആ ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുന്ന എന്താ അറിയോ? അവിടെ മനുഷ്യന്റെ മനസ്സിനെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിനെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിരിക്കുമ്പോൾ എത്ര അളവിൽ ചിരിക്കണം, നമ്മുടെ ബാഹ്യമായ ചേഷ്ടകളെ, നമ്മുടെ ചിരി, നിങ്ങളൊരു സദസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വസ്ത്രധാരണം എന്തായിരിക്കണം, അവർ മാറ്റം വരുത്തുന്നത് മനുഷ്യന്റെ ബാഹ്യമായാണ്, ഉള്ളിലല്ല മാറ്റം വരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ടൈം കോട്ട ഇട്ടവൻ തന്നെ ആ മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെ വഞ്ചിക്കാൻ കഴിയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ മാറ്റം സംഭവിക്കേണ്ടത് ഒരാളുടെ ബാഹ്യ പ്രകടനങ്ങളിലല്ല, അവന്റെ ഉള്ളിലാണെന്ന് റസൂൽ പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. ദീന് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അടിസ്ഥാനം, ഒരാളുടെ പെരുമാറ്റം രൂപപ്പെടുന്നത് അവന്റെ മനസ്സിലാകുന്നു. അതുകൊണ്ട് മനസ്സിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ നടത്തവും, നിങ്ങളുടെ മുഖത്തിലെ ഷേപ്പും, നിങ്ങളുടെ പുഞ്ചിരിയുടെ അടയാളവും, നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ പഠിക്കുന്ന എന്താ പറയാ, ഒരാളുടെ ശരീരവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകേണ്ടത് അടിസ്ഥാനപരമായ മനസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തത്, സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ദീന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താ അറിയാം? ഒരാളുടെ സ്വഭാവം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നാണ്. മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ വില്ലന്മാരാണെന്നറിയോ? രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ പിതാക്കന്മാരാണ്. നമുക്ക് മക്കളോട് വലിയ സ്നേഹമാണ്. പക്ഷെ മക്കളിൽ നമ്മുടെ സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വീട്ടിൽ വന്ന വാപ്പ ഭയങ്കര ഗൗരവത്തിലേ നിൽക്കുള്ളൂ. മകനെ കാണുമ്പോൾ വാപ്പ വരുമ്പോൾ മകൻ ഇറങ്ങിപ്പോകും. കാരണം വാപ്പയോടും മകനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. വാപ്പ അയാളുടെ ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വാപ്പക്ക് മകനോട് ഭയങ്കര സ്നേഹമാണ്. റസൂൽ പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ നിങ്ങൾ പ്രകടിപ്പിക്കണം, നന്മകളെ പ്രകടിപ്പിക്കാൻ കഴിയണമെന്നാണ്. അങ്ങനെ പ്രകടിപ്പിച്ചിരിക്കുന്നത് സംഭവിക്കും, വലിയ പരാതി ഉണ്ടാവും. ഒരു പിതാവ് തന്റെ മകനെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്നു.
എന്റെ പരിചയമുള്ള ഒരു സുഹൃത്തിനെടുത്ത് വാപ്പയുടെ പരാതി എന്താന്ന് വെച്ചാൽ എന്നറിയോ, എന്റെ മോന് മുതിർന്നു, ഇപ്പൊ അവന് പണ്ടത്തെ പോലെ അല്ല. അവൻ എന്നെ കണ്ടാ നോക്കൂല, അവൻ പറയൂല. അവൻ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവൻ എഴുന്നേറ്റ് പോകും, ഞാൻ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകും. എന്താണെന്ന് അറിയുന്നില്ല, എന്നോട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല. നിങ്ങളൊന്ന് മകനെ ഉപദേശിക്കണം. എന്നിട്ട് ഇയാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വാപ്പ തന്റെ കയ്യിലിരുന്ന പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ഈ പറഞ്ഞ ആളോട് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ ഇതിന്റെ ഫോട്ടോ, ഇതിന്റെ പേഴ്സ് കണ്ടോ, ഈ പേഴ്സിലിരിക്കുന്ന ഈ ഫോട്ടോ എന്റെ മകന്റെ ഫോട്ടോയാണ്. ഈ മകന്റെ ഫോട്ടോയിൽ ഉമ്മ വെക്കാതെ ഒരിക്കൽ പോലും ഞാൻ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമാണ് എന്റെ മകനോട്. പക്ഷെ എന്റെ മകൻ മുതിർന്നപ്പോ, അവന് 10-15 വയസ്സായപ്പോ മുതിർന്നപ്പോ അവൻ എന്ത് ചെയ്യുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കേട്ട ആള് മകനെ വിളിച്ച് ഉപദേശിക്കാൻ വേണ്ടി ചെന്നു. മകനോട് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിന്റെ വാപ്പക്ക് നിന്നോട് എത്ര സ്നേഹമാണെന്ന് അറിയൂ. അവസാനം പറഞ്ഞു, നിന്റെ വാപ്പയുടെ സ്നേഹത്തിന്റെ അളവ് പറയണമെങ്കിൽ നീ ആ വാപ്പയുടെ പേഴ്സ് എടുത്തു നോക്ക്, അതിൽ നിന്റെ ആ ചെറിയ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഉമ്മ വെച്ചിട്ടല്ലാതെ ഇതുവരെക്കും വാപ്പ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത്? ഉടനെ ആ കുട്ടി ചോദിച്ചു, വാപ്പ എന്തിനാ പേഴ്സിലെ ഫോട്ടോ ഉമ്മ വെക്കുന്നത്? ഞാൻ ജീവനോട് നിൽക്കല്ലേ, എന്നെ ഒന്നും ഉമ്മ വെച്ചോളെ. ഇതാണ് സംഭവിക്കാത്തത്, ഇതാണ് സംഭവിക്കേണ്ടത്. മക്കൾ മുതിർന്ന പിന്നെ നമ്മൾ എന്തോ ഒരു അർത്ഥത്തിൽ അവരെ അകറ്റുന്നു, നമ്മുടെ ഗൗരവം ചോർന്നു പോകുന്നു എന്ന് നമ്മൾ ഭയക്കുന്നു. നിങ്ങൾ എത്ര കാലമായി, നിങ്ങൾക്ക് 28-30 വയസ്സുള്ള മകനുണ്ടെങ്കിൽ ആ മകനൊന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്താ കഴിയാത്തത്? 10-15 വയസ്സുള്ള ഒരു മകനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ നമ്മളിത് വിട്ടുപോകുന്നറിയോ? ഇന്നലെ ക്യാമ്പസിൽ കണ്ട ഒരുത്തം വന്ന് അവളോടൊന്ന് ചിരിച്ചു കാണിച്ചപ്പോ അവള് കൂടെ പോകും. കാരണം അവളെ കേൾക്കാൻ, അവളെ ചിരിയെ കാണാൻ അവൻ നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇത് സ്വന്തം വീട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ, മാതാപിതാക്കൾക്ക് മക്കളോട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ അറിയിച്ചു നമ്മുടെ മക്കൾക്കുള്ള പ്രശ്നം എന്താ അറിയോ? എനിക്ക് എന്റെ ഭാര്യ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഭാര്യയാണ്. പക്ഷെ എന്റെ ഭാര്യയുടെ ഇഷ്ടം ഞാൻ ഒരിക്കൽ പോലും എന്റെ മക്കളെ വിളിച്ച് പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ ആ കൂടി ഭാര്യയുടെ ഇഷ്ടം കാണിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് മക്കൾ ഉറങ്ങി കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകന്റെ മുമ്പിൽ ഒന്ന് ഉമ്മ വെച്ച് എന്താ പ്രശ്നം? എന്താ സംഭവിക്കാൻ പോണത്? എന്റെ വാപ്പ എന്റെ ഉമ്മയെ എത്ര മാത്രം സ്നേഹിക്കുന്നു. എന്റെ ഭാര്യയുടെ എനിക്ക് നല്ലൊരു വർത്തമാനം എന്റെ മകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്റെ വാപ്പ എന്റെ ഉമ്മയെ പരിഗണിക്കുന്നു, ഉമ്മയോട് പെരുമാറുന്ന രീതി ഇത് മക്കൾ കണ്ടിട്ടില്ല. മക്കൾ ആ കൂടിക്കുള്ളത് ദേഷ്യപ്പെടുന്ന വാപ്പയെയും ആ ദേഷ്യത്തിന് മറുപടി പറയുന്ന പെണ്ണുമ്പിള്ളയെയാണ്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ 3ാമത്തെ അടുക്കളയായി ദീന് പഠിപ്പിച്ചതാണ്. നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അയാളോട് പറയണം, ഇന്നില്ല ഇല്ല, അള്ളാഹുവാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾ അവരോട് പറയണം എന്ന് പറയുന്നുണ്ട്. ഇത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇത് വാപ്പ മാത്രമേ തിരിച്ചുകൊണ്ട് എത്രയോ വാപ്പമാര് മക്കളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മക്കളെ ഞാനൊന്ന് പുറത്തു പോകുമ്പോ ഒന്ന് ഫോൺ വിളിക്കാൻ മക്കളെ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ മോൻ വിളിച്ചിട്ട് വാപ്പയോടെത്തി, അപ്പൊ എങ്ങനെയാണ്, സുഖമാണോ എന്ന് ചോദിക്കാൻ എല്ലാ പിതാക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മകനും വിളിക്കൂല. കാരണം മകനും വാപ്പയും തമ്മിലുണ്ടായ, മകനും മാതാപിതാക്കളും തമ്മിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പ്രകടിപ്പിക്കാത്തതിന്റെ ഗ്യാപ്പാണ്. നമ്മൾ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. അപ്പൊ മക്കളും തിരിച്ച് പ്രകടിപ്പിക്കും, അത് നമുക്ക് ഫീൽ ചെയ്യും. അല്ല രണ്ടുപേരും മറച്ചു വെച്ചുകൊണ്ട് നടന്നാൽ റസൂൽ പറയുന്നത് പ്രകടിപ്പിക്കാത്തൊരു സ്നേഹമല്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തെ പ്രകടിപ്പിക്കും. ഇദാ അഹബ്ബ അഹദുക്കും സാഹിബഹു ഫൽയഅതിഹി ഫീ മൻസിലിഹി ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുല്ലാഹ്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളെ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങളോട് എനിക്ക് സന്തോഷമാണ്, എനിക്ക് നിങ്ങളെ കാണുന്ന താല്പര്യമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെരുമാറ്റം മികച്ചതാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു ഹദീസ് ഉണ്ട്, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി സദഖ. നിങ്ങൾ ഒരു നന്മയും ചെറുതായി കാണരുതെന്ന് പറഞ്ഞ റസൂൽ പറയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളെ കണ്ടാൽ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ ഫഹിയ ലക സദഖ. നീ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് ഇത് സദഖയാണ്, വലിയൊരു പുണ്യമാണ്. ഇത് പുഞ്ചിരിക്കുന്നതിൽ എന്ത് പുണ്യം? പുഞ്ചിരിക്കാതെ വലിയ അധ്വാനമുള്ള കാര്യമൊന്നുമല്ലോ, ചുണ്ടമെല്ലാം ഒന്ന് ചിരിച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ശരിയാണ്, നിങ്ങൾ വെളുപ്പിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഇതിലെ ഞാനാ വരുന്നത് വിചാരിക്കുക, നമ്മളെ പരിചയമുണ്ട്, നിങ്ങൾ എന്നെ നോക്കുന്നു, ഞാൻ എന്റെ എല്ലാ ഗൗരവത്തോടും കൂടി നടന്നു പോകുന്നു. അപ്പൊ ഈ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ചങ്ങയ്ക്ക് ഇതെന്ത് പറ്റി? ഇയാളെ വല്ലതും ചെയ്തോ? ഇയാളെ ഇങ്ങനെ മുഖം കടുപ്പിച്ച് നടക്കുന്നത്? ഞാൻ എന്തോ കാര്യത്തിലായിരിക്കും നടന്നു പോയെന്നത്.
അതേസമയം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വഴി വെച്ച് എന്നെ കാണുന്നു, ഒരു പരിചയമില്ലെന്ന് വിചാരിക്കാം. ഒരു പരിചയമില്ലെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു നോക്ക്. നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ ഉടനെ ആ മനുഷ്യൻ പുഞ്ചിരിക്കും, അയാളും തിരിച്ചിരിക്കും. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് ഇപ്പൊ കേൾക്കണം. ഇപ്പൊ എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ പണിയൊന്നും നടക്കുന്നില്ല. നമ്മൾ ആദ്യം ചെയ്യാൻ അടുത്തിരിക്കുന്ന ആൾ നോക്കുന്നത് ചിരിക്കലാണ്. തിരിച്ചു കഴിയുമ്പോൾ ആൾ ചോദിക്കും എവിടെയും വീട്. റസൂൽ പറയാണ് നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് നിനക്ക് വലിയ പുണ്യാണ്. അത് അയാൾക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഡോക്ടറെ കാണുന്നു, ഡോക്ടറെ കണ്ണെ കാണുമ്പോൾ ചിരിക്കുന്നു. എങ്ങോട്ടാ? ഒറ്റ വാക്കേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അതെന്റെ യാത്രയിൽ ഉണ്ടാക്കുന്ന സന്തോഷമുണ്ട്. ഇപ്പൊ ഞാനും പറഞ്ഞത് എനിക്ക് ചെറിയൊരു ആവശ്യം ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് സുഖമല്ല എന്ന് ചോദിച്ചാൽ മാത്രം മതി. പക്ഷെ അത് എനിക്കും അദ്ദേഹത്തിനും കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതല്ല അദ്ദേഹം എന്നെ കണ്ടു, അദ്ദേഹം എന്തോ ആലോചിച്ച് നടക്കുന്നു, ഞാൻ എന്തോ ആലോചിച്ച് നടക്കുന്നു, രണ്ടുപേരും നടന്നു പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഡോക്ടറിനെ കണ്ടിട്ടൊന്നും നോക്കി പോലില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. ഇയാളെന്ത് മനുഷ്യനായപ്പോൾ എല്ലാ ദിവസവും ഫുഡ് നടത്താൻ വരുന്നതാണല്ലോ, എന്നിട്ട് എന്താ ഇനി ചിന്തിച്ചാൽ അതോടുകൂടി ഒരു വിടപെട സംഭവിക്കും. ഈ വിടവുകൾ ഇല്ലാതിരിക്കുക എന്നതിന് റസൂൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടത്തെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം, പെരുമാറ്റത്തെ പ്രകടിപ്പിക്കാൻ കഴിയുക എന്നതാണ്. ഇപ്പൊ മൂന്നടിത്തറ പറഞ്ഞു. ഒന്ന്, ഒരാൾക്ക് ഒരാളുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും, സ്വഭാവങ്ങൾ ജന്മസിദ്ധമല്ല. രണ്ടാമത്തെ അടിത്തറ, സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് മനസ്സിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. മനസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ, മനസ്സിൽ വിനയമുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വിനയമുണ്ടാവും. മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ അഹങ്കാരം ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിനെ വൃത്തിയുള്ളതായി സൂക്ഷിക്കുക. മൂന്നാമത്തെ അടുത്ത റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ, നന്മകളെ പ്രകടിപ്പിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധമാണ്. മനുഷ്യരോട് ഇടപഴകുമ്പോൾ ഉയർന്ന പെരുമാറ്റം ഉണ്ടാവുക എന്നത് നമ്മുടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ആയുധത്തെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.